സസ്പെൻസുകൾക്കൊടുവിൽ എം സ്വരാജ് നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററുമാണ് എം സ്വരാജ്. ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുകയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുടർ ഭരണത്തിനുള്ള നാന്ദിയായി മാറുമെന്ന് എം സ്വരാജ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ആ അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല. ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട്. പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അതിന് കാരണം കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ LDF ഗവൺമെന്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട്. ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിൽ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ CPI-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. പേരുകളുമായി സൈസൈലാബ്ദീനും വിജിൻ വായന്തോടും ചേരുന്നുണ്ട്. ആദ്യം വിജിനിലേക്ക്. വിജിൻ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലം CPM തന്നെ നേരിട്ട് മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സ്വാഭാവികമായിട്ടും അത് ചെറിയൊരു തീരുമാനമല്ല. CPM-നെ സംബന്ധിച്ച് എങ്ങനെ പ്രഗത്ഭനായ സ്വരാജിലേക്ക് പാർട്ടി എങ്ങനെ എത്തിയെന്നാണ് സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. തന്നെ കുറച്ച് ദിവസമായി നടന്ന ചർച്ചകൾക്കും ഒപ്പം തന്നെ ആലോചനകൾക്കും ഒപ്പം ഒക്കെ ശേഷമാണ് ഇന്ന് രാവിലെ ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കരുത്തനായ നേതാവ് എം സ്വരാജിന്റെ പേരിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും നേരത്തെ തന്നെ രാവിലെ തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ തന്നെയായിരിക്കും LDF തെരഞ്ഞെടുപ്പിൽ നേരിടുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരുന്നു. അതിനുശേഷമാണ് എം സ്വരാജിന്റെ പേരിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിച്ചേർന്നത്. നേരത്തെ തന്നെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ എം സ്വരാജ് സ്ഥാനാർത്ഥിയാകണം എന്ന ആവശ്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചിരുന്നു. നേതാക്കളോടും ആ ആവശ്യം അവിടെയുള്ള നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ PV അൻവർ പാർട്ടിയെ ഒറ്റി മാറി MLA സ്ഥാനത്ത് നിന്ന് മാറി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ PV അൻവറിനെതിരെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് പൊതുവായി CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. അതിൻ്റെയൊക്കെ ഏറ്റവും അവസാനമാണ് സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് എം സ്വരാജിന്റെ പേരിലേക്ക് തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ UDF നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സ്വരാജിന് മത്സരിക്കാൻ ഭയമാണോ എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ആ വെല്ലുവിളി കൂടി CPI ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ PV അൻവർ ഉണ്ടാക്കിയ CPM-നെതിരെ ഉയർത്തിയ വലിയ ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്ക് തന്നെ നേരെ ഉയർത്തിയ ആരോപണങ്ങൾ, ഒപ്പം തന്നെ ഭരണ തലത്തിൽ തന്നെ ഉയർത്തിയ ആരോപണങ്ങൾ ഒക്കെയുണ്ട്. അതിനെല്ലാം കൃത്യമായി മറുപടി പറയാൻ തയ്യാറായിരുന്ന ആൾ തന്നെയാണ് എം സ്വരാജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടം കേരള
നിലമ്പൂരിൽ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പി വി അൻവർ പാർട്ടി വിട്ട് MLA സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ എം സ്വരാജിനെ ആയിരുന്നു വിശദീകരണ യോഗത്തിനായി പാർട്ടി നിയോഗിക്കുകയും ചെയ്തത്. വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ പി വി അൻവറിന് വെല്ലുവിളി നടത്തി പ്രസംഗിച്ചതൊക്കെ ആ ഘട്ടത്തിൽ തന്നെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂർക്കാരൻ കൂടിയായിട്ടുള്ള എം സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന തീരുമാനത്തിലേക്ക് CPM എത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയും അതേ നിലപാട് തന്നെ സ്വീകരിച്ചതോടുകൂടി എം സ്വരാജിന് മത്സരിക്കാൻ നിയോഗിക്കുകയാണ് CPM ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നാളെ രാവിലെയോടുകൂടി എം സ്വരാജ് മണ്ഡലത്തിലേക്ക് എത്തും. ഇന്ന് ആഘോഷങ്ങൾ ഒക്കെ നടക്കുമെങ്കിലും നാളെയാണ് താൻ എത്തുക എന്നാണ് എം സ്വരാജ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ കർഷക സംഘം ആണ് എം സ്വരാജിന് ഇപ്പോൾ കെട്ടിവെക്കാനുള്ള തുക നൽകിയിരിക്കുന്നത്. അല്പ സമയം മുമ്പ് കെ രാധാകൃഷ്ണൻ MPയും ഒപ്പം തന്നെ M വിജയകുമാറും ചേർന്നാണ് കെട്ടിവെക്കാനുള്ള തുക എം സ്വരാജിന് നൽകിയത്. എന്തായാലും നിലമ്പൂരിലെ പോരാട്ടം കടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വരാജിനെ കൂടി സ്ഥാനാർത്ഥിയായി LDF പ്രഖ്യാപിക്കുന്നതോടെ അതിനുള്ള സൂചനകൾ ശക്തമായ ഒരു പോരാട്ടത്തിനുള്ള വഴി തന്നെയാണ് CPM ഒരുക്കുന്നത്. ശരി, വിജിലേക്ക് വരാം.